Hi Manju. Very warm welcome to my show. Thank you. ആക്ച്വലി എന്താണ് ഈ ഫൗണ്ട് ഫുട്ടേജ് ജോണർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊക്കെ അറിയാവുന്നത് നമ്മൾ മൊബൈൽ ഫോണിൽ ഒക്കെ പകർത്തുന്ന കൈൻഡ് ഓഫ് വീഡിയോസ്. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുടെ കയ്യിലുള്ള ക്യാമറയിൽ ആക്സിഡന്റലി ഒക്കെ വന്നിട്ടുണ്ടാവുന്ന ചില ഇവന്റ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ കാണാറില്ലേ, റീൽസിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആന ഫ്രണ്ടിൽ വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കുഞ്ഞു കഥ വലിയ സ്കെയിലിൽ അല്ലെങ്കിൽ വലിയ കുറച്ചുകൂടി ലെങ്ത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അത് ഈ ഇതിൽ 2 യൂട്യൂബ് വ്ളോഗേഴ്സ് ഉള്ളത് ഈ പടത്തില്. അവർക്ക് മോസ്റ്റ് റീസെന്റ് അവരുടെ ക്യാമറകളിൽ കിട്ടിയിട്ടുള്ള ഫുട്ടേജ് ആണ് ഈ സിനിമ. ഓക്കെ, അപ്പം ഒരു ഫൗണ്ട് ഫുട്ടേജ് മൂവി എന്ന് പറയുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഫൗണ്ട് ഫുട്ടേജ് ജോണർ ഫീൽ ചെയ്യണമെങ്കിൽ കാരണം നമ്മുടെയൊക്കെ ഫോണുകളിലെ കുറച്ച് കാലത്തെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് ചിലപ്പോൾ അതിനകത്തൊക്കെ കുഞ്ഞു കഥകളൊക്കെ കാണും. നമ്മൾ ലൈഫ് അതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ എത്രത്തിലുള്ള ആളാണ് അതെന്ന് മനസ്സിലാവും. എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്, ഹോബീസ്, അതൊക്കെ ഈ എവിടെയെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടാവും ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ. അപ്പം നമ്മൾ ഇതുപോലെ ഇവരുടെ ലൈഫ് ഇങ്ങനെ ഇവര് ഷൂട്ട് ചെയ്തിട്ടുള്ള കണ്ടന്റിൽ കൂടെ ഇങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടാണുള്ളത്. എഡിറ്ററും കൂടെ ആയതുകൊണ്ടും ഒരുപാട് സിനിമകളുടെ ഫുട്ടേജ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഈ ഫുട്ടേജ് സിനിമയുടെ ഫുട്ടേജസും ആ പേരും തമ്മിൽ എപ്പോഴും മാറിപ്പോറുണ്ട്. ആ ഫുട്ടേജ് എടുത്ത് സിനിമയെ പറ്റിയാണോ പറയുന്നത് അതോ ഈ അത്രയും തിരക്കില്ല എനിക്ക്. കുറെ നാളായിട്ട് ഈ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കണം. അപ്പം കൺഫ്യൂഷൻ ഇല്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ കാസ്റ്റിംഗ്? ഇപ്പൊ വിശാഖ് ആണെങ്കിലും ഗായത്രി ആണെങ്കിലും അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാസ്റ്റിംഗ് അല്ല. വിശാഖ് എന്റെ മുഖം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു കഥ എഴുതുമ്പോൾ തന്നെ. അത് അവനെ കണ്ടിട്ടാണ് ഇത് എൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും. ഗായത്രീനെ ഒരുപാട് ആളുകളെ നമ്മൾ ഓഡിഷൻ ചെയ്തിട്ടും അതുപോലെ സംസാരിച്ചിട്ടും അങ്ങനെ അവസാനം ആണ് ഗായത്രി വരുന്നത്. പിന്നെ എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് മീൻസ് എൻ്റെ കൂടെ എഴുതിയിട്ടുള്ള ഷബ്ന മുഹമ്മദാണ്. പുള്ളിക്കാരത്തെയാണ് മഞ്ജു ചേച്ചീനായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മഞ്ജു ചേച്ചി നാരേറ്റ് ചെയ്യുന്നത്. കേട്ടപ്പാതി കേൾക്കാത്ത പാതി. ഇല്ല, ഈ ഐഡിയ കേട്ടപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് തോന്നി. ഈ സിനിമയിൽ ശരിക്കും വ്യത്യസ്തം എന്നല്ലാതെ മറ്റൊരു വാക്ക് പോലും ഇതിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ. അതെ, അത് സിനിമ കാണുമ്പോൾ ഈ പറയുന്നത് ശരിയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്നാണ് വിശ്വാസം. ഇതിന്റെ മേക്കിംഗ് അടക്കം ഉള്ള ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതി തന്നെ വളരെ വ്യത്യാസമാണ്. ഓക്കെ, അതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഫോക്കസ് പുള്ളർ ജിത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഫുട്ടേജ് മൂവി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, മൊബൈൽ ഫോണിൽ പകർത്തുന്ന വിഷ്വൽസ് പോലെ തോന്നിക്കുകയും വേണം. പക്ഷെ എടുത്തിരിക്കുന്നത് റിയൽ ക്യാമറയിലാണ്. അത് വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പൊ അതിനെ പറ്റി പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് എങ്ങനെയായിരുന്നു? കാരണം ഇടയ്ക്ക് ഫോക്കസ് ഇല്ലാതാവണം, പിന്നെ ഫോക്കസ് ആവണം, അതൊക്കെ എല്ലാം കൂടെ എങ്ങനെ? അത് അവരുടെ ക്യാമറ ടീം ഭയങ്കര ഉഗ്രൻ സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇത് ഈ പറഞ്ഞ പോലെ ഒരു 4-5 പേര് ഇങ്ങനെ നിരന്നിരിക്കും ഒരു കുഞ്ഞു മോണിറ്റർ വെച്ചിട്ട്. ഒരു ഫോക്കസ് പുള്ളർ ഒരാള്, അതിന്റെ എക്സ്പോഷർ എന്ന് പറയുന്ന പോലെ അങ്ങനെ 3-4 പേര് അങ്ങനെ നിരന്നിരുന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാമറ ഇപ്പൊ നമ്മള് സോണി വെനീസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്തിട്ട് 2 പീസ് ആക്കിയിട്ടാണ്. അതിന്റെ ബോഡി ഒരാൾ ക്യാരി ചെയ്യും, എൻ്റെ ഹെഡ് അതായത് ലെൻസ് വരുന്ന ഭാഗം ഈ ആക്ട് ചെയ്യുന്ന ആളുടെ കൊടുക്കും. അങ്ങനത്തെ ഒരു വർക്ക് ഫ്ലോ ആയിരുന്നു. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ ഇത്രയും ആൾക്കാർ മാറി അവര് തമ്മിലൊരു സിങ്ക് വേണം, എന്നാലാണ്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ അതിനകത്ത് വരുമല്ലോ. അപ്പം ഒത്തിരി പാടായിരുന്നു. അത് പക്ഷെ നല്ല അവര് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷിനോസാണ് അതിന്റെ DOP. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടു, ലൈക്ക് ഇത് 18+ മൂവിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ സിനിമകൾ കാണാൻ വരുന്ന ആൾക്കാർ മിക്കവാറും ഫാമിലി ഓഡിയൻസ് ആയിരിക്കും. പക്ഷെ ഈ സിനിമ അങ്ങനെ വരരുത്, 18+ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വരാവൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പം ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ 2 വ്ളോഗേഴ്സ് ഉണ്ട്. അവിടെയും എനിക്കൊന്ന് ഒരു പോയിന്റ് എടുത്ത് പറയാനുണ്ട്. ഇതൊരു ബോയ് ആൻഡ് ഗേൾ, ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണ് വ്ളോഗേഴ്സ്. അപ്പൊ അതില് ഒരു 2 ക്യാമറ, ഒരു ക്യാമറ ബോയ്സ് ക്യാമറയാണ്, മറ്റേ ക്യാമറ ഗേൾസ് ക്യാമറയാണ്. അപ്പോൾ ഒരു ബോയ്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബോയ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഗേൾസ് ക്യാമറയിൽ. അപ്പോൾ ഈ 2 തരത്തിലുള്ള സ്വഭാവത്തിലാണ് ഈ 2 ട്രാക്കും പോയിരിക്കുന്നത് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ
ആക്സിഡൻ്റലി കിട്ടുന്ന പല വിഷ്വൽസും ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും ഇല്ലയോ എന്നുള്ളത് നമ്മൾ പക്ഷെ ആ ഒരു വാർണിംഗ് കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കണം പ്രേക്ഷകർക്ക്. അതിൻ്റെ ഒരു അതറിഞ്ഞിട്ട് വേണം പ്രേക്ഷകർ സിനിമ കാണാൻ വരാൻ എന്നുള്ളത് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ സൈജുവും അത് വളരെ 100% അഗ്രി ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടൊരു ഒഫീഷ്യൽ ഒരു ഇൻഫർമേഷൻ. അത് ഏതൊക്കെ പ്രൊഫഷനിലൂടെ കടന്നു വന്നിട്ടുണ്ട്? ഇപ്പൊ അവസാനം നമ്മൾ ഡയറക്ടറായിട്ട് ഇരിക്കുകയാണ്. ഇന്റർനെറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇന്റർനെറ്റ് കഫേയിൽ ബ്രൗസ് ചെയ്യാനൊക്കെ കാണിച്ചു കൊടുക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ജോലിയാണ് ആദ്യം ചെയ്തത്. DVD ഒക്കെ ഇറങ്ങി. അപ്പൊ ഞാനപ്പോ സിനിമകള് അങ്ങനത്തെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു വീടിന്റെ അടുത്ത്, റെന്റിന് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് ചാടി. അപ്പൊ അവിടെ നമ്മൾ സിനിമ കാണാമല്ലോ. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചില സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായിരുന്നു, പിനാക്കിൾ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പഠിച്ച് അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ കയറി. പിന്നെ കുറെ കാലം വെഡിങ് വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. അതിനു മുമ്പ് ഫോട്ടോ എടുക്കുമായിരുന്നു. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ 1 minute എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, അത് എടുക്കുന്നു, പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെയാണ് സിനിമയിലേക്ക് പിന്നെയാണോ ആകർഷിക്കപ്പെട്ടത്? സിനിമ എപ്പോഴും ഒരു അത്ഭുതമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിലേക്ക് എത്തുന്നു വിചാരിച്ചൊന്നുമല്ല, അതൊക്കെ ആക്സിഡന്റലി വന്നു പോയതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യാനൊരു പടം കിട്ടിയപ്പോ ചെയ്തു. പിന്നെ അത് 1-2 സിനിമ ചെയ്തപ്പോ ആളുകൾക്ക് പറഞ്ഞ പോലെ എന്നെ കൊണ്ട് ചെയ്യിച്ച രസം തോന്നിയോണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല സിനിമകൾ കിട്ടി. അപ്പൊ അങ്ങനെ ചെയ്തു. പക്ഷേ എഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആവുന്നത് നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണെങ്കിൽ അഭിനവ് സുന്ദർ നായകൻ എന്റെ ഫേവറേറ്റ് സിനിമയാണ്. ഭയങ്കര വെൽ റിട്ടണുമാണ്, വെൽ ഷോട്ടുമാണ്, വെൽ ഡയറക്റ്റഡ്, അടിപൊളി. അതെ, അത് ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള പോലെ അല്ല, പിന്നീട് എഡിറ്റിംഗ് ടേബിളിൽ വന്നതിന് ശേഷം സിനിമ തകിടം മറിഞ്ഞ് ആവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ എഡിറ്റേഴ്സ് ഡയറക്ടർ മഹേഷ് നാരായണൻ ആണെങ്കിലും ഒക്കെ ഈ എഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആവുമ്പോഴത്തേക്കും എന്താ അതിന്റെ പ്രത്യേകത? കാരണം ഈ എഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആവുന്നത് കൊണ്ടുവരുന്ന സിനിമകളൊക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള. അന്നേരം ആരോടും ചോദിക്കാണ്ട് കുറെ പരീക്ഷണങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. ഇപ്പം ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്റെ തോന്നിയവാസമൊക്കെ ഉണ്ട്. അല്ല, നമുക്ക് പിന്നെ വേറെ ചോദിക്കണല്ലോ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ. എനിക്കറിയാം എഡിറ്റ് ചെയ്യാനും, എനിക്കറിയാം ഏത് പോർഷനിൽ നിന്ന് എടുക്കണം. മറ്റത് നമ്മള് ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടറിന്റെ ഒരു ആൾക്ക് വേണ്ടതാണ് നമ്മളെപ്പോഴും ചെയ്തു കൊടുക്കുക. ആളുടെ ഒരു വിഷനായിരിക്കും അതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും വരാം. മഞ്ജു ചേച്ചി ചോദിക്കട്ടെ, ആക്ച്വലി ഈ എഡിറ്ററായ ഡയറക്ടർ നമ്മളുടെ നല്ല നല്ല കുറെ ഷോട്ടുകളൊക്കെ അങ്ങനെ കണ്ടെന്നുണ്ടും മുറിച്ച് കളഞ്ഞിട്ടുണ്ടോ? ഇതിലോ? ഇല്ല ഇല്ല. ഇതിൽ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇതിലെല്ലാം അതായത് സിംഗിൾ ഷോട്ടാണ്. അതായത് സിംഗിൾ ഷോട്ട് എന്ന് വെച്ചാൽ ഒറ്റ ഷോട്ടാണ്. ഓരോ സീനും ഒറ്റ ഷോട്ടാണ്, ഇടയിൽ കട്ട്സ് ഇല്ല. ഫുട്ടേജ് ആണല്ലോ. അതായത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ അത് ആ സീൻ തീരുന്നത് വരെ ഈ ക്യാമറ ഓൺ തന്നെയാണ്. അപ്പൊ ഈ ക്യാമറയിൽ കൂടെയാണ്, ഈ ക്യാമറയിൽ കാണുന്ന വിഷ്വലാണ് നമ്മൾ സീനായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ അറ്റവും വാലും മുറിക്കാനേ ഉള്ളൂ എന്നാണ് സൈജു പറഞ്ഞത്. കാരണം സാധാരണ സിനിമയിൽ ഇപ്പൊ ചായ എടുത്ത് കുടിക്കുന്നത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഈ ഇത് എടുക്കുന്നതിന്റെ ഒരു ക്ലോസ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, പിന്നെ ഇത് അടുത്തേക്ക് വരുന്നതിന്റെ സ്ലോ മോഷൻ. ഇത് അതൊന്നും ഇല്ലല്ലോ. ചായ എടുക്കുന്നു, കുടിക്കുന്നു, വെക്കുന്നു, അതൊക്കെ എല്ലാം ഒരു ഇങ്ങനെ ഒരു ഫ്രെയിമിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ കഥ പറയാൻ കുറച്ച് അതാണ് അതിനകത്തെ രസം. ഒരു വൈഡ് ഷോട്ടുകളിലൂടെയും ഒക്കെ ഇതിന്റെ ഒരു ഇമോഷൻ എല്ലാം കൊണ്ടുവരണ്ടേ. അപ്പം ആ രീതിയിൽ ആണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണിയെടുത്തിട്ടുള്ളത്. ഇനി ഈ സിനിമയിൽ മനസ്സിലാക്കിയത് വെച്ചാണെങ്കിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നില്ല. ഇതില് ചേച്ചിക്ക് ഡയലോഗ് ഇല്ല, അതുപോലെ ഇതില് ആർക്കും പേരുമില്ല. പിന്നെ സ്ഥലങ്ങളോ ഇല്ല, അങ്ങനെ ഇല്ല. ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു മതമോ ഇതൊന്നും ഇല്ലാത്തൊരു പടം. ഈ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞങ്ങള് മഞ്ജു വാര്യരുടെ എത്രയോ ഡയലോഗ് കേട്ടിട്ടുള്ള ആൾക്കാരാണ്. 5 കസിൻസ് നന്ദിയാറാവുന്നത് മാടിക്കൊണ്ടേ ഇതുപോലുള്ള ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ഇത് കണ്ടിരിക്കാൻ പറ്റും? അയ്യോ, കണ്ടിരിക്കാൻ പറ്റും, ഉറപ്പായിട്ടും. ചേച്ചിക്ക് അങ്ങനെ ഡയലോഗ് ഒന്നും വേണ്ട, നിങ്ങൾ കണ്ടോ. എന്റെ വക ഒരു ചായയും കൂടി ഇന്ന് ചായ കുടിച്ച് എല്ലാവരെയും പ്രീതിപ്പെടുത്തിട്ടേ പോകത്തുള്ളൂ. ഇല്ല, അത് പ്രീതിപ്പെടുത്താൻ പറഞ്ഞല്ല, എനിക്ക് മനസ്സിലാവും അതിന്റെ കറക്റ്റ് ആണ് ചേച്ചി. അല്ല, സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണ് സൈജു. ഞാനൊരു ചായ അങ്ങോട്ട് അല്ല, ഞാൻ സീരിയസ്ലി മീൻ ചെയ്ത് പറഞ്ഞതാ. വളരെ ഒരു എക്സ്പെരിമെൻ്റൽ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഡെയറിങ് ആണെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് കാണുന്ന പേഴ്സ്പെക്റ്റീവിനനുസരിച്ചിരിക്കും. ഇത് വൈറ്റ് ആണോ, മറ്റേ ഡാർക്ക് ഷെയ്ഡ് ഉള്ള ക്യാരക്ടറാണോ, ഗ്രേ ഷെയ്ഡ് ഉള്ള ക്യാരക്ടറാണോ, എല്ലാ ക്യാരക്ടേഴ്സിനും കാണുന്നവരുടെ പേഴ്സ്പെക്റ്റീവ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു
ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്. നമ്മളിപ്പോ എന്താണെങ്കിലും തമിഴ്നാട്ടിലേക്കൊക്കെ പോയത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പൊ പണ്ടൊക്കെ മറ്റേ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി എന്നൊക്കെ പറഞ്ഞ് ഒരു തത്തേനെയൊക്കെ പിടിച്ച് നടക്കുന്ന ഒരാളെയൊന്നും നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കയ്യിൽ പല ആയുധങ്ങളൊക്കെ വരും. അജിത്തിന്റെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്കും തുണിവിലൊക്കെ 2-3 തോക്കൊക്കെ കൊണ്ട് പട്ടപടപടക്കുന്നുണ്ട്. വേറെ പേര് പോലും അറിയാത്ത ഏതൊരു തോക്കൊക്കെ വെച്ച് എന്തെങ്കിലും കാണിക്കണ്ടായിരുന്നു. അതാ, അപ്പൊ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ നമുക്ക്. എന്താ പറയാ, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുകയാണോ? ഈവൻ ഫൈറ്റ്, ഇതിനകത്തും ഫൈറ്റ് ഇല്ലേ? അപ്പം ഫൈറ്റ് സീൻ എന്തെങ്കിലും നമ്മൾ ഡ്രീം ചെയ്തിട്ടുള്ളതാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ഒരിക്കലുമില്ല. ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സാധാരണ സിനിമയിൽ ഈ ചായ കുടിക്കുന്ന കാര്യം മറ്റേ ഷോർട്സ് ഒക്കെ വെച്ച് എടുക്കുന്നത് പോലെ പറഞ്ഞതുപോലെ, സാധാരണ സിനിമയിൽ കട്ട് ചെയ്ത് ഒരു പഞ്ച് അത് കഴിഞ്ഞ് വേണമെങ്കിൽ കട്ട് ചെയ്യാം, തിരിച്ച് മറ്റേ മറിഞ്ഞു വീഴാനായിട്ട് റോപ്പ്, ബെഡ് അങ്ങനെയുള്ള ടെക്നീക്സും സേഫ്റ്റി മെഷേഴ്സും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഈ എല്ലാം സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് ഒരു ഫുൾ ആക്ഷൻ സീക്വൻസ് എത്ര നേരം പോകുന്നു അത്രയും നേരം ഒറ്റ സ്ട്രെച്ചിലാണ്, ഇടയിൽ ബ്രേക്ക് ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇല്ല, അങ്ങനത്തെ സിനിമാറ്റിക് ഇടിയല്ല. നാച്ചുറലി ഒരു സ്ഥലത്ത് രണ്ടുപേർക്ക് തമ്മിൽ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ഉണ്ടായാൽ അത് എങ്ങനെയായിരിക്കും അത് തുടങ്ങുക, എങ്ങനെയായിരിക്കും അത് തീരുക, അതുപോലെ തന്നെ ഉള്ളൂ. പരിക്കുകളൊക്കെ ഇഷ്ടംപോലെ. ആണോ? എന്തൊക്കെ പറ്റി? അല്ല, ഇതിന് എന്റെ കയ്യില് ഒരു കാരണം ഒരു ഇതിൽ വിശാഖം ഞാനുമായിട്ടുള്ളൊരു സീക്വൻസിൽ എന്റെ കൈ ഇങ്ങോട്ട് മടങ്ങിപ്പോയി. ഇത് വന്ന് ഇവിടെ ടച്ച് ചെയ്തു, അത് എന്റെ ഇവിടേക്ക് വിശാഖ് വീണു. പിന്നെ കൈപ്പത്തി തിരിഞ്ഞ് ഇപ്പുറത്ത് തൊട്ടു. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം, പക്ഷെ ഒടിവൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നെക്കാട്ടിലും ഒക്കെ കൂടുതൽ കഷ്ടപ്പെട്ടത് വിശാഖും ഗായത്രിയാണ്. അതിൽ വിശാഖ എസ്പെഷ്യലി, കാരണം ഇതിൽ എല്ലാ ആർട്ടിസ്റ്റ് അടക്കം ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ശരി, വിശാഖ ക്യാമറ മേത്ത് റിഗ് ചെയ്തിട്ട് ഓടുന്നതും വീഴുന്നതും ഒക്കെ അത് വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി ഒരു ഭാരം കുറവായിരുന്നു. ഈ പടത്തില് ആക്ടേഴ്സ് കൂടെ ക്യാമറ എടുത്തിട്ടുണ്ട്, ക്യാമറ കയ്യിലായിരിക്കില്ല, ബട്ട് അല്ലേ റിഗ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ ഒരു സിറ്റുവേഷനിൽ ഞാനും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഗായത്രി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കയ്യിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും, കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെയാണല്ലോ. അതെ അതെ അതെ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ക്യാമറമാനുമായി അതെ. തോക്കെടുത്തു ഫൈറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ പെടുത്താവുന്ന ഒരു സാധനമാണ് നമ്മളുടെ ബുള്ളറ്റ് പ്രേമം. മഞ്ജു വാര്യർ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാണെന്നറിയോ? രാജാവിൻ പാർവൈ റാണിൻ പക്കം. ആ പാട്ടും നമ്മള് ബുള്ളറ്റ് ഓടിച്ച് പോകുന്നത് ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ ആ ഒരു ബുള്ളറ്റ് പ്രേമം കൂടെ ഒന്ന് പറഞ്ഞ. ബുള്ളറ്റ് അതെനിക്ക് കുട്ടിക്കാലം തൊട്ടേ, ഞാൻ പോലും എവിടുന്നാന്ന് പോലും എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അറിഞ്ഞുകൂടാ അതെങ്ങനെയാണ് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് തോന്നിയത് എന്ന് പലരും ചോദിച്ചപ്പോൾ എനിക്ക് അതിന് ഉത്തരവില്ല. എവിടെയോ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളിൽ ഒന്ന് ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിരുന്നു, പക്ഷെ ബൈക്ക് അടുത്താണ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. അനുരാഗ് കശ്യപ് പ്രസൻസ് എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ ഒന്നാമത് അനുരാഗ് കശ്യപിന് മലയാള സിനിമയോട് കുറെ നാളുകളായിട്ടൊരു വല്ലാത്തൊരു പ്രേമമുണ്ട് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ നമ്മുടെ മലയാള സിനിമ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. സോ എങ്ങനെയാണ് അനുരാഗ് കശ്യപിലേക്ക് എത്തിപ്പെട്ടത്? ആണോ? ഓക്കെ. അപ്പോൾ മഞ്ജു വാര്യർ വയ. അതെ, അല്ല, ഈ സിനിമയുടെ വിശേഷങ്ങൾ അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പൊ ഈ സിനിമ കംപ്ലീറ്റ് ആയപ്പോൾ അത് കാണിക്കാൻ ഞങ്ങൾ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അത് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഈ സിനിമയുടെ വിശേഷങ്ങൾ ഇടയ്ക്ക് പറയുമ്പോൾ ഈ സിനിമയെ കുറിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഫൗണ്ട് ഫുട്ടേജ് ആണെന്നും സൈജുവിനെ കുറിച്ചൊക്കെ വളരെ, കാരണം ആക്ടേഴ്സിനെ മാത്രമല്ല ടെക്നീഷ്യൻസിനെ കുറിച്ച് ഒക്കെ ആരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ അപ്ഡേറ്റഡ് ആണ് അനുരാഗ്. അങ്കമാലി ഡയറീസിൻ്റെ ആണെന്ന് തോന്നുന്നു പ്രിവ്യൂ ബോംബെയിൽ നടന്നപ്പോൾ ഞാനും ഗീതവും കൂടി അത് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തെ, അപ്പോൾ ഞാൻ ദൂരെ നിന്നിട്ട് അനുരാഗ് കശ്യപ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഓ മൈ ഗോഡ് ഐ ലവ് യു സോ മച്ച് യു മൈ ഫേവറേറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി. പിന്നെ അതിലൊരു രസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ ബർത്ത്ഡേ, അത് സെയിം ഡേ, വി ഷെയർ ദ സെയിം ബർത്ത്ഡേ, സെപ്റ്റംബർ 10. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ അങ്ങനെ എപ്പോഴും എല്ലാ ബർത്ത്ഡേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷ് ചെയ്തിട്ടൊക്കെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പൊ സിനിമയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ ഐഡ് ലൈക്ക് ടു പ്രസന്റ് എന്ന് പുള്ളി സമ്മതിക്കുമായിരുന്നു. അനുരാഗ് സർ എപ്പോഴും വളരെ അൺകൺവെൻഷണൽ ആയിട്ടും പാത്ത് ബ്രേക്കിംഗ് ആയിട്ടും
ഇതേപോലെ ഭയങ്കര ഇന്നോവേറ്റീവ് എക്സ്പെരിമെന്റൽ തോട്ട്സ് ഒക്കെ എപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ് സിനിമയിൽ. ആക്ച്വലി പുള്ളി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമ ഭയങ്കര റിസ്കി പടമാണ്. ഷീസ് ടേക്കിംഗ് റിസ്ക്, ഡയറക്ടർ ടേക്കിംഗ് റിസ്ക്, പ്രൊഡ്യൂസേഴ്സ് ടേക്കിംഗ് റിസ്ക്. ആ ടോട്ടൽ ഒരു റിസ്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? അതിപ്പോ ഇതിപ്പോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴേക്കും അറിയാൻ പറ്റും. റിസ്കും ബാക്കി തിയേറ്ററിൽ. അതെ, അത് ഇത് കാരണം ഇത് നമുക്കിതിനെ കുറിച്ച് എത്ര പറയുന്നതിലും ഒരു പരിധിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ് ഈ ഒരു സിനിമയുടെ ഒരു യാത്രയുടെ ഒരു ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഇത് പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെയാണ്. അവര് വിധിക്കുന്നതാണ് സിനിമയുടെ വിധി. സോ അത് എന്താണെന്ന് അറിയാം ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അറിയാം. കാട്ടിനകത്തൊരു കപ്പൽ സെറ്റ് ഇട്ടിരുന്നു, കാട്ടിനകത്ത് നിറയെ പാമ്പുണ്ടായിരുന്നു. നിങ്ങൾ ഷൂട്ട് ചെയ്തതിനിടയ്ക്ക് ഇത് ഒറിജിനൽ പാമ്പ് വന്നു, അങ്ങനെ ഒരു സംഭവം? ഒരു സംഭവമൊന്നുമല്ല, എന്നും ഇതൊക്കെ തന്നെയായിരുന്നു. കൂടുതൽ സെറ്റും കാട്ടിനകത്തായിരുന്നു അതോ? ഇതൊരു പകുതി ടൗണിലും പകുതി കാട്ടിലും സിനിമ ഉള്ളത്. അപ്പോ ആ കാട്ടില് നിറയെ പാമ്പുകളുള്ളൊരു കാടായി പോയി നമുക്ക് കിട്ടിയത്. അത് നമുക്ക് അത് കൃത്യമായിട്ട് ഈ ആളുകളുണ്ടായിരുന്നു, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള മറ്റേ സ്നേക്ക് കാച്ചേഴ്സോ അങ്ങനെയാണോ പറയാ? അല്ല, സ്നേക്ക് കാച്ചേഴ്സ് അല്ല. അതായത് അവര് ആ ഏരിയയിലുള്ള പാമ്പുകളെ നോക്കിയിട്ട് അവര് അതിനെ എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടും. ഒന്ന് ഇത്തിരി നോവിക്കാതെ അപ്പുറത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഷോട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് അവര് അങ്ങോട്ട് തന്നെ കൊണ്ടിടും. ചുരുട്ടാന്നൊരു പാമ്പ്, അതിന് ഇങ്ങനെ ഒരു തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഇരിക്കുള്ളൂ. അതിനെ അവിടെ തന്നെ തിരിച്ചു വരണേന്. അപ്പൊ അതിനെ തിരിച്ച് അവിടെ തന്നെ നിൽക്കും. സമയം കിട്ടിയില്ല. പിന്നെ എല്ലാവരും മറ്റേ ബൂട്ട്സും ഒക്കെ ഇട്ടിട്ടാണ്. ആർട്ടിസ്റ്റുകൾക്ക് അത് പറ്റില്ല, പക്ഷെ അല്ലാതെയുള്ള ക്രൂവും എല്ലാവരും ബൂട്ടൊക്കെ ഇട്ടിട്ട്. അട്ടയും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ സിനിമ ഒന്നിച്ചിരുന്ന് കണ്ടപ്പോഴാണ് ദൈവം ഇതൊക്കെ. കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ കഴിഞ്ഞിട്ട് ചേച്ചി ഇന്റർവെല്ലായപ്പോ ചേച്ചിയുടെ അടുത്തേക്ക് ചോദിച്ചത്, ഇതൊക്കെ നമ്മൾ ചെയ്തു തന്നെയാണല്ലേ. നമുക്ക് ഇപ്പൊ ഇങ്ങനെ അത് റീകളക്ട് ചെയ്യുമ്പോഴേ, അപ്പൊ ആ സമയത്ത് നമ്മൾ അതിന്റെ ആവേശത്തില് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്നുള്ളത് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. വീണ്ടും ഓർത്തപ്പോഴാണ് അതിന്റെ ഒരു റിസ്ക്കും ഇതൊക്കെ എന്തുമാത്രം റിസ്ക് ആയിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലായത്. വി ഡിഡ് ഇറ്റ് എന്ന് പ്രേക്ഷകരാ പറയണ്ടേ, വി ഡിഡ് ഇറ്റ് ഓർ നോട്ട് അത് പ്രേക്ഷകരാ പറയണ്ടേ.